പൊന്നാനി കോടതി കെട്ടിടം അപകടാവസ്ഥയിലെന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടു. പൊന്നാനിയിലെ പൈതൃക കെട്ടിടം ഇടിച്ചു നിരത്താൻ അണിയറ നീക്കം. ഒരു നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച പൊന്നാനി കോടതി കെട്ടിട സമുച്ചയത്തിന്റെ അപകടാവസ്ഥയെ തുടർന്ന് കെട്ടിടത്തിലെ ഓഫീസുകളെല്ലാം മാറിയതോടെ പൈതൃക കെട്ടിടം ഇടിച്ചു നിരത്താൻ അണിയറയിൽ നീക്കം. കോടതി കെട്ടിടത്തിന്റെ കേടുപാടുകൾ ചൂണ്ടിക്കാണിച്ച് PWD കെട്ടിട വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടു. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താതെ തകർച്ചയിലായിരിക്കുകയാണ് പൊന്നാനി കോടതി കെട്ടിടം. വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന പൊന്നാനി കോടതി കെട്ടിട സമുച്ചയത്തിന്റെ ബലക്ഷയത്തെ സംബന്ധിച്ച് 2018 അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തിയതിനു ശേഷമേ കെട്ടിടത്തിലെ ഓഫീസുകൾ പ്രവർത്തിക്കാവൂ എന്ന റിപ്പോർട്ട് PWD കെട്ടിട വിഭാഗം നൽകിയിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനമായില്ല. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കോടതി കെട്ടിടം കാലപ്പഴക്കത്തെ തുടർന്നാണ് അടിയന്തര അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് PWD കെട്ടിട വിഭാഗം റിപ്പോർട്ട് പൊന്നാനി തഹസിൽദാർക്ക് കൈമാറിയത്. എന്നാൽ റവന്യൂ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പൂർണ്ണമായ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഓഫീസുകൾ താൽക്കാലികമായി മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടിയിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികൾക്ക് പകരം കെട്ടിടം പൊളിച്ചു നീക്കാനാണ് തീരുമാനം. അതേസമയം കെട്ടിട സമുച്ചയം പഴയകാല തനിമയോടെ നിലനിർത്താൻ വേണ്ടി പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതും എങ്ങുമെത്തിയില്ല. അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്താൻ അധികൃതർ തയ്യാറാവുന്നില്ല. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.